ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബ്രെഡ് ഐറ്റമാണ്, സ്വീറ്റ് ബ്രെഡാണ്. അതായത് അതിരാവിലെ ചായയിലൂടെയും കാപ്പിയിലൂടെയൊക്കെയും കഴിക്കാൻ പറ്റിയൊരു ബ്രെഡ് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് നോക്കാം. ഇതിൽ 2.5 കപ്പ് മൈദമാവാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ ഇതിന് വേണ്ട ചേരുവകൾ, ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1.5 ടീസ്പൂണ്, ഷുഗർ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മുട്ട ഒരെണ്ണം കാണാം നിങ്ങൾക്ക്, പിന്നെ റിഫൈൻഡ് ഓയിൽ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, ഹണി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ മൈദ, പിന്നെ ടൂട്ടി ഫ്രൂട്ടിയാണ് ആ ചുമന്നത് കുപ്പിയിലിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇനി നമുക്കിതിൽ ആദ്യം തന്നെ ചെറുചൂട് പാലാണ്, കാര്യം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ചെറുചൂട് പാലാണ്, ഒരുപാട് ചൂടുമാകാൻ പാടില്ല. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇതോടെ ഇപ്പോൾ ഇടുകയാണ്. ടൂട്ടി ഫ്രൂട്ടി ഒഴികെ ബാക്കിയെല്ലാം ഇപ്പോൾ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തേനും കൂടെ ഹണിയും കൂടെ ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ബിസ്കു ഉണ്ടോ അല്ലെങ്കിൽ ബീറ്ററുണ്ടോ ഒന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട്, എന്നിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ 2.5 കപ്പിൻ്റെ മൈദ മാവ് ഒരു 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് ഇതിനെ ആദ്യം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈ കൊണ്ട് നമുക്കൊന്ന്, പിന്നെ കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് നമുക്കൊന്ന് പിന്നെ കുഴച്ചെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. 3 പ്രാവശ്യമായിട്ട് ഞാൻ മാവിട്ടു നന്നായിട്ട്. കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിരാവിലെ, ഇപ്പോൾ എല്ലാ മതക്കാരിലും ചിലരെങ്കിലും അതിരാവിലെ പ്രാർത്ഥനയ്ക്കൊക്കെ എണീക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് അതിരാവിലെ ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുമ്പോൾ ഈ ഒരു ബ്രെഡ് നമ്മളെ വീട്ടിൽ അവർക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ബ്രെഡാണ്. ഇതിപ്പം മധുരം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മധുരം ഇല്ലാതെ അതായിട്ട് ചെയ്യാം, ഓപ്ഷണലാണ്. ഓരോ നിങ്ങളുടെ പ്രിഫറൻസസ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ടാണ്, കാര്യം എൻ്റെ ട്രേ കണ്ടില്ലേ, ഇതിൽ അത്രയും കൊള്ളത്തില്ല. അപ്പം ഞാനിതിനെ 2ആയിട്ട് പകുതിയിട്ട് പകുതി ആദ്യം വെച്ചു, പിന്നെ രണ്ടാമത്തെ ഹാഫ് പിന്നെ ഒന്ന് വെച്ചതിന് ശേഷം. ഇപ്പം ഇതിൽ ശരിക്കും ടൂട്ടി ഫ്രൂട്ടി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസസ് അനുസരിച്ച് നിങ്ങൾക്ക് പ്ലെയിൻ ബ്രെഡായിട്ടും നമുക്ക് ചെയ്യാം, ബട്ടർ ഇട്ടും ചെയ്യാം. എല്ലാം ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാനിത് 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പം പിന്നെ അത് മറ്റേതും അതുപോലെ തന്നെ. അപ്പം നമുക്ക് ഞാനിപ്പോൾ രണ്ടും ബേക്ക് ചെയ്ത് അതിനെ ഒന്ന് സ്ലൈസ് ചെയ്ത് പിന്നെ വെച്ചതാണ് നിങ്ങൾ കണ്ടത് ആദ്യം. അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യത്തെ എടുത്ത് സ്ലൈസ് ചെയ്തു, പിന്നെ രണ്ടാമത്തും ഞാനിപ്പോൾ ഓവനിൽ വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ സ്ലൈസ് ചെയ്ത് ഇപ്പം ഡബ്ബയിൽ വെച്ചതാണ് നിങ്ങൾ കണ്ടത്. എത്ര എളുപ്പത്തിലാണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, വളരെ സോഫ്റ്റാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ രീതിയിൽ സിമ്പിൾ ബ്രെഡാണ് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക. Thanks for watching all my videos. Bye bye.